താനൂർ ബോട്ട് അപകടത്തിൽ മകളെയും 3 പേരക്കുട്ടികളെയും നഷ്ടപ്പെട്ട പരപ്പനങ്ങാടി സ്വദേശി സുബൈദ ദുരിതത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക കുടുംബത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. രോഗിയായ സുബൈദ വാടക ക്വാർട്ടേഴ്സിൽ ജീവിതം തള്ളിനീക്കുകയാണ്. ബോട്ട് അപകടത്തിൽ സുബൈദക്ക് മകൾ ആയിഷ ബി, അവരുടെ മക്കളായ ആദില ഷെറി, മുഹമ്മദ് അദ്നാൻ, മുഹമ്മദ് അഫ്സൽ എന്നിവരെ നഷ്ടമായി. പേരമകനൊപ്പം വാടക ക്വാർട്ടേഴ്സിലാണ് സുബൈദയുടെ ജീവിതം. അവിടെ അടുത്തപ്പെട്ട 3 പേരക്കുട്ടികളും മോളും അവരൊക്കെ അപ്പം തന്നെ മരിച്ചിരിക്കുന്നു. അപ്പം തടി കൊണ്ട് ഒന്നിനും വയ്യ, കാണുന്നവർക്കൊന്നുമില്ലേനും താമസം ഞാനും എൻ്റെ പേരക്കുട്ടി വാടകക്കാൻ. വർഷങ്ങളായി ഭർത്താവിൽ നിന്ന് അകന്നാണ് ആയിഷ ബി കഴിഞ്ഞിരുന്നത്. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ചതോടെ ഭർത്താവ് അവകാശം ഉന്നയിച്ചെത്തിയെന്ന് സുബൈദ. ഇതോടെ തുക ആർക്കും ലഭിക്കാത്ത അവസ്ഥയായി. നമുക്ക് പോലെ വാപ്പാൻ്റെ ഒരിതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. കിട്ടാനായി എന്ന് കണ്ട പാട് ഒരു കേസ് കൊടുത്തത്. കേസ് ഇതായപ്പോൾ ഇനിയിപ്പോൾ കേസ് ഇതാകാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഇൻട്രസ്റ്റ് എങ്കിലും കിട്ടിയിട്ട് ഞാൻ വരെ നോക്കാമെന്ന് വിചാരിച്ചതാണ്. അവർ പണിക്കും പോകാതെ കുത്തർക്കല്ല. അപ്പോൾ അതുമില്ല ഇതുമില്ല ഒന്നുമില്ല. അവനൊന്നും ഒരു ദോയ പോലും അവൻ നടത്തുന്നില്ല. പൈസക്ക് പോകുമ്പോൾ അതിനുണ്ട്, അവനക്ക് പൈസ മതി. ആയിഷാബിയുടെ മറ്റൊരു മകൻ പിതാവിനൊപ്പമാണ് താമസം. പണം ലഭിച്ചാൽ ഈ 2 മക്കൾക്ക് നൽകാമായിരുന്നുവെന്ന് സുബൈദ പറയുന്നു. രോഗിയായ സുബൈദക്ക് ജോലിക്ക് പോകാനാകില്ല. മറ്റുള്ളവരുടെ സഹായത്താലാണ് വാടക നൽകി പോകുന്നത്. ഭക്ഷണത്തിനും വകയില്ല. സമീർ ബിൻ കരീം, 24, തിരൂർ.